എന്നും ഒരു ഭിക്ഷക്കാരനെങ്കിലും നമ്മുടെ തെരുവുകളിലും നഗരങ്ങളിലും നമ്മൾ കാണാറുണ്ട്. സ്വന്തം ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ സ്വന്തം പൗരന്റെ ക്ഷേമത്തിൽ ശ്രദ്ധ ചെലുത്താത്ത ഭരണകൂടം കാരണവും ഭിക്ഷക്കാരനായി മാറുന്നവരുണ്ട്. എന്നാൽ ഇനി മുതൽ ഇന്ത്യയിൽ ഭിക്ഷാടനം നടത്താനുള്ള ഇവരുടെ സാധ്യത ഇല്ലാതെയാവുകയാണ്. നഗരത്തിന്റെ സൗന്ദര്യത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള തെരുവ് ഭിക്ഷാടകരെ ചില ക്ഷേത്ര നഗരങ്ങളിൽ നിന്നും സർക്കാർ നിരോധിച്ചു വരികയാണ്. ഇതിന്റെ ആദ്യപടിയായി 2025 ജനുവരി 1 മുതൽ മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ നഗരത്തിൽ നിന്നും പുറന്തള്ളും. അന്നു മുതൽ തെരുവിൽ ഭിക്ഷയാചിക്കുന്നവരോട് മനസ്സലിവ് തോന്നി അവർക്ക് ഭക്ഷണമോ പണമോ നൽകിയാൽ അത് നൽകുന്നവർക്കെതിരെ നിയമലംഘനത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും. ജില്ലാ കളക്ടർ ആശിഷ് സിംഗ് ആണ് ഇൻഡോറിൽ ഭിക്ഷാടനം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ കാര്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്യാമ്പയിനും ഈ മാസം അവസാനം വരെ നഗരത്തിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾക്ക് ഭിക്ഷ നൽകി പാപത്തിന്റെ പങ്കാളികളാകരുതെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഡോർ ഉൾപ്പെടെ രാജ്യത്തെ 10 നഗരങ്ങളെ ഭിക്ഷാടനമുക്തമാക്കുന്നതിനുള്ള കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പൈലറ്റ് പദ്ധതിയുടെ തുടക്കമാണ് ഇൻഡോറിലെ ഭിക്ഷാടനമുക്ത നഗരം പദ്ധതി. ഭാവിയിൽ ഈ പദ്ധതി 100 ക്ഷേത്ര നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു.